ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നമ്പർ റിലേഷൻസ്. നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഇത് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ പറയുക. ഇനി നിങ്ങൾക്ക് കണക്കുകളൊക്കെ നല്ലോണം പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുണന പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. 10ൻ്റെത് വരെയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ കൂട്ടുക, കുറയ്ക്കുക, അതുപോലെ ഗുണനം, ഈ മൂന്നും ബന്ധപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഒരു കണക്ക് തന്നിട്ടുണ്ട്, ഒരു പ്രശ്നം തന്നിട്ടുണ്ട്. എന്താണത്? ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 pens അറ്റ് 8 rupees ഈച്ച്. 8 രൂപയാണ് ഒരു പെന്നിന് വില. അങ്ങനത്തെ 12 പേനകൾ വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ മക്കൾ ആലോചിക്കുക, 8 രൂപയാണ് ഒരു പെന്നിന് വില. അത് ചെയ്തൊക്കെയൊന്നും ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ മനസ്സിൽ കണക്ക് വെക്കുക. 8 രൂപയാണ് ഒരു പെന്നിന് വില. അങ്ങനെയാണെങ്കിൽ 12 പെന്നാണ് വാങ്ങേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 10 8 എത്രയാ? 10 പെന്നിനാണെങ്കിൽ എത്ര രൂപയാവും? അതിനാണ് ഗുണന പട്ടിക പഠിക്കണം എന്ന് പറയുന്നത്. 10 8 എത്രയാ? അതെല്ലാവർക്കും അറിയാം അല്ലേ. 10നോട് ഗുണിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടൂലേ. അപ്പോൾ 10 പെന്നിന് 10 8 80 പിന്നെ എത്ര പെന്നാണുള്ളത്? 2 പെന്നിന്. അപ്പോൾ 2 8 എത്രയാ? 16. അപ്പോൾ അതാണ് താഴെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10 8 80ഉം 2 8 16ഉം കൂട്ടിയാൽ എത്രയായി? 80ഉം 16ഉം 96 ആയില്ലേ. അങ്ങനെ നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാലോ. ആദ്യം 10 പെന്നിൻ്റേത് കാണുക, എന്നിട്ട് ബാക്കിയുള്ള പെന്നിൻ്റേത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഗുണിക്കണം 8, 12 × 8 ഈക്വൽ ടു അല്ലേ, സമം 10 + 2. 12 എന്നുള്ളത് നമ്മൾ എന്താക്കാണ്? 10 + 2. എന്നിട്ട് 1 നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 8 അല്ലേ, ഗുണനം 8. എന്നിട്ടോ നമ്മളത് ഓരോന്നാക്കി മാറ്റണം. ടെക്സ്റ്റിൽ നോക്കുക. 10 ഗുണിക്കണം 8 + 2 ഗുണിക്കണം 8. നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആദ്യം 10നെ 8 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ 2നെ 8 കൊണ്ട് ഗുണിക്കുന്നു. 10നെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ 80 കിട്ടി, 2നെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ 16 കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എത്രയാണ്? 96 രൂപയാണ്. 96 rupees-ആണ് 12 പെൻസിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഒരു പെന്നിന് 8 രൂപയാണെങ്കിൽ. വി ക്യാൻ ഓൾസോ ഡ്രോ പിക്ചേഴ്സ് ടു ഷോ ദിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ഏതോ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇതുപോലെ ചിത്രത്തിലൂടെ നമുക്ക് നോക്കാൻ കഴിയും. മുകളിലേക്ക് 8 കുത്തുകളാണുള്ളത്, താഴെ 12 കുത്തുകൾ. ഇപ്പോൾ 12 ഗുണിക്കണം 8 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മൊത്തം എത്രയാ വരിക? എത്രയാ? 96 ആണ്. അത് നമുക്ക് എളുപ്പത്തിനാണ് ഇപ്പുറത്തെ ബോക്സിൽ 12നെ 10 2 അങ്ങനെ 2 വിഭാഗം ആക്കിയിട്ടുണ്ട്. 8 സെയിം തന്നെ. ആദ്യം 10നെ 8 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 80. പിന്നെ 2നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 16. 80 + 16 80 + 16 96 96. ഇനി ഇതേ കണക്ക് തന്നെ അല്ലേ, 12 ഗുണിക്കണം 8. 12 പെന്നാണ് വേണ്ടത്. ഒരു പെന്നിന് 8 രൂപയാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ 12ൽ നിന്നും 10 എടുത്തതുപോലെ നമുക്ക് 12ൽ നിന്നും 5 ഒരു ഭാഗമാക്കാം. ബാക്കി 12ലേക്ക് 7 വേണ്ടേ, അത് 7 ഒരു ഭാഗവും. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് 5 + 7 × 8 എഴുതാം. എന്നിട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുക. 5 × 8 അല്ലേ, 5 ഗുണിക്കണം 8 + 7 ഗുണിക്കണം 8. അത് ഓരോന്നിൻ്റെതാക്കിയിട്ട് എഴുതാം. 5 8 എത്രയാണ്? 5 × 8 40 40 7 8 എത്രയാണ്? 7 × 8 56. അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 96. അപ്പം നമുക്ക് പെട്ടെന്ന് മനക്കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ ട്രിക്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത് വരച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. 8 മുകളിലേക്ക് സെയിം തന്നെ, താഴെയുള്ള 12 വിഭജിച്ചിട്ടുണ്ട്. 5 എണ്ണം ആക്കിയിട്ടുണ്ട്, 7 എണ്ണം ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം 5നെ 8 കൊണ്ട് ഗുണിക്കുമ്പം 40, 7നെ 8 കൊണ്ട് ഗുണിക്കുമ്പം 56, 5നെ 8നോട് ഗുണിക്കുമ്പം 40, 7നെ 8നോട് ഗുണിക്കുമ്പം 56. അപ്പോൾ ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ ജനറൽ പ്രിൻസിപ്പൾ യൂസ്ഡ് ഹിയർ? ഇവിടെ
ഒരു പൊതു തത്വം വരുന്നുണ്ട്. എന്താണ്? ടു മൾട്ടിപ്ലൈ ദ സം ഓഫ് ടു നമ്പേഴ്സ് ബൈ എ നമ്പർ വി നീഡ് ടു മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ സം ആൻഡ് ആഡ് ദം ടുഗദർ. അതായത് രണ്ട് സംഖ്യകളുടെ ആകെത്തുക ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ നമ്മൾ ഓരോ സംഖ്യയും തുകയിൽ ഗുണിച്ച് അവയെ ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ ഒരു സംഖ്യ കിട്ടിയാൽ അതിനെ വിഭജിച്ച് ഓരോന്നിനെയും ഗുണിച്ചിട്ട് അത് തമ്മിൽ ഒരുമിച്ച് ചേർക്കണം. അതായത് ദ പ്രൊഡക്റ്റ് ഓഫ് എ സം ഈസ് ദ സം ഓഫ് ദ പ്രോഡക്ട്സ്. ഒരു തുകയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ആകെ തുകയാണ്. Let us change the pen problem like this. ഇവിടെ നമുക്കൊരു പേനയുടെ പ്രശ്നം നോക്കാം. How much money is needed to buy 19 pens at 8 rupees each? നേരത്തെ 8 രൂപയുടെ 12 പേനകളാണ് വാങ്ങേണ്ടിയിരുന്നത്. ഇപ്പോഴോ 8 രൂപയുടെ 19 പേനകൾ വാങ്ങണം. 8 റുപ്പീസിൻ്റെ 19 പേനകൾ വാങ്ങണം. അപ്പം നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടാം? എങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം? 10 പേനകൾക്ക് എത്രയായിരുന്നു? 80 ആണല്ലേ, 80 അപ്പോൾ 10 ഗുണിക്കണം 8 സമം എത്രയാണ്? 80 ആണല്ലേ. പിന്നെ ബാക്കി എത്രയാ ഉള്ളത്? 9 എണ്ണം. 9നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാ? 72. അപ്പോൾ 72ഉം 80ഉം കൂട്ടുമ്പോൾ എത്രയാ കിട്ടുക? 152 റുപ്പീസാണ് അല്ലേ, രൂപയാണ്. 152 റുപ്പീസാണ് കിട്ടുക. മനസ്സിലായോ? ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യുന്നതാണ് അടുത്തത് കാണിച്ചിട്ടുള്ളത്. നമ്മളിപ്പം കണക്ക് കൂട്ടാണ്. 19 പെന്നിനല്ലേ നമുക്ക് വേണ്ടത് 8 രൂപയുടെ. അപ്പം നമ്മൾ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് 20 പെന്നിൻ്റെത് എടുക്കുക. 10 പെന്നിന് 80 രൂപയാണ്, 20 പെന്നിനോ 160 രൂപയാണ് അല്ലേ. അപ്പോൾ 20 പെന്നിന് 160 രൂപയാണെങ്കിൽ നമുക്ക് 19 പെന്നല്ലേ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഒരു പെന്നിനുള്ള 8 രൂപ അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 20 പെന്നിന് 160 രൂപയാകുമ്പോൾ ഒരു പെന്നിൻ്റെ 8 രൂപ കുറയ്ക്കുക. നമുക്ക് 19 പെന്നാണ് ആവശ്യമുള്ളത്. അപ്പോൾ 152 രൂപ തന്നെ കിട്ടിയില്ലേ? 152 റുപ്പീസ് തന്നെയല്ലേ 19 പെന്നിനാവുക, 19 പെന്നിനാവുക. അപ്പോൾ മക്കൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 19 പെന്നിൻ്റെ ആ ഒരു പ്രൈസ് കണ്ടുപിടിച്ചല്ലോ. അത് നമ്മൾ എങ്ങനെ എഴുതാം? 19 ഇൻറ്റു 8 ആണ് അല്ലേ, 19 ഇൻറ്റു 8 ആണ്. അത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച രീതിയിലാണെങ്കിൽ 20 മൈനസ് 1 അല്ലേ. 20ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുകയല്ലേ ചെയ്തത്. 20 പേനയുടെ വില കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഒരു പേനയുടെ വില കുറയ്ക്കുകയാണല്ലേ ചെയ്തത്. അപ്പോൾ 20 മൈനസ് 1 ഇൻറ്റു ഒരു പേനയുടെ വില എത്രയാണ്? 8. അപ്പം നമുക്കത് വിഭജിച്ച് എങ്ങനെ എഴുതാം? 20 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു 8 അല്ലേ. 1 ഇൻറ്റു 8 ഒരു പേനയുടെ വിലയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് 160 മൈനസ് 8 8 160 മൈനസ് 8 152 അല്ലേ. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് ചിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ പേനയുടെ വില 8 മുകളിലേക്ക് തന്നിട്ടുണ്ട്. എത്ര പേനയാണ് വാങ്ങേണ്ടത് എന്ന് താഴെ തന്നിട്ടുണ്ട് അല്ലേ, 20 ആണ്. അപ്പം നമ്മളത് വിഭജിച്ചിട്ട് എഴുതുകയാണ്. നമുക്ക് 90 പെൻസിനാണ് വേണ്ടത്. അപ്പം നമ്മൾ 1 നമ്മൾ അവിടെ മാറ്റി, ഒരു 8 പിന്നെ റുപ്പീസ് അവിടെ മാറ്റി. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 19 ഇൻറ്റു 8 ആണ് അല്ലേ. അപ്പോൾ 152 ആണ്. So, as in the case of the product of a sum, we can write the product of a difference also as a general principle. അപ്പം നമുക്ക് ഇവിടെ എന്താണ്? തുകയുടെ ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ നമുക്കൊരു വ്യത്യാസത്തിൻ്റെ ഗുണനവും പൊതുതത്വമായിട്ട് എഴുതാം. എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു വ്യത്യാസത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ വ്യത്യാസം തന്നെയാണ്. നൗ സീ whether you can do these problems in your head. നിങ്ങൾക്ക് മനക്കണക്കിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഒന്നാമത്തെ വർക്ക് ഏതാണ്? ചോദ്യം ഏതാണ്? 15 ഗുണിക്കണം 6 15 ഇൻറ്റു 6 ആണ്. അപ്പോൾ നമുക്ക് ഈ 15നെ നമുക്ക് 2 ഭാഗമാക്കല്ലേ. എങ്ങനെയാക്കാം? 10 പ്ലസ് 5 10 പ്ലസ് 5 അതിനെ നമ്മൾ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്?
ഗുണിക്കാനുള്ള സംഖ്യ ഏതാ 6 ആണ് അല്ലേ. ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 10 ഇനി ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക. 10 ഗുണിക്കണം 6 പ്ലസ് ഇനി 5നെ 6 കൊണ്ട് 5 ഇൻറ്റു 6 അല്ലേ. 5 ഗുണിക്കണം 6. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നില്ല, നിങ്ങൾ മനക്കണക്കായിട്ട് കിട്ടുമോ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്ന വഴിയൊന്ന് കാണിച്ചു തന്നേന്നുള്ളൂ. ഇനി 10 എത്രയാണ്? 10 ഇൻറ്റു 6 10 60 60 പ്ലസ് 5 എത്രയാണ്? 5 30 അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 60ഉം 30ഉം എത്രയാണ്? 90 90. അപ്പം നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ആദ്യം നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം. എങ്ങനെ നോക്കും? 10 6 60 5 6 30. അപ്പം എന്ത് ചെയ്യുക? 60ഉം 30ഉം 90. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. ഇതുപോലൊന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18 ഇൻറ്റു 7 ആണ് കേട്ടോ. 18 ഇൻറ്റു 7 ആണ്. 18 ഗുണിക്കണം 7. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ കിട്ടണം എങ്ങനെ? 10 ഗുണിക്കണം 7 എത്രയാണ്? 70 ആണ്. 8 ഗുണിക്കണം 7 എത്രയാണ്? 56 ആണ് അല്ലേ. അപ്പം 10 ഗുണിക്കണം 7 70ഉം 70 പ്ലസ് 56 എത്രയാ? 6 7ഉം 5ഉം 12 അല്ലേ. 126 നമുക്ക് മനസ്സിൽ തന്നെ കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നത്. നമ്മൾ വഴിയായിട്ടൊന്ന് നമുക്ക് വെറുതെ ചെയ്യാം, മക്കൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പം നമുക്ക് 18നെ 2 വിഭാഗമാക്കാം. 10 പ്ലസ് 8 ഗുണിക്കണം ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 7 കൊണ്ട്. ഇനി നമുക്ക് നേരത്തെ എഴുതിയതുപോലെ 10നെ 7 കൊണ്ടും 8നെ 7 കൊണ്ടും എഴുതാം. 10 ഗുണിക്കണം 7 പ്ലസ് 8 ഗുണിക്കണം 7 8 ഇൻറ്റു 7. ഇത്രയും വഴികളൊന്നും ചെയ്യാതെ കേട്ടോ നമ്മൾ നേരത്തെ ഈ ഉത്തരം കണ്ടെത്തിയത്. 10 7 എത്രയാണ്? 70 പ്ലസ് 8 7 എത്രയാണ്? 56. അപ്പോൾ ഇവിടെ 70 പ്ലസ് 56 നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ്? 126. കണ്ടോ? അപ്പോൾ മനക്കണക്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കിട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 ഇൻറ്റു 9 ആണ്. 24 ഇൻറ്റു 9 ആണ്. അപ്പോൾ നമുക്ക് 24 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 10 9 എത്രയാണ്? 90 ആണ്. 90 അല്ലേ. 20 9 പറയുമ്പോൾ 90 പ്ലസ് 90 എത്രയാ? 180 ആണ്. പിന്നെ അപ്പോൾ 180 പ്ലസ് അല്ലേ. ഒന്നുകൂടെ മനസ്സിലാവണമെങ്കിൽ 180 വേണ്ട, നമുക്ക് എളുപ്പത്തിൽ 10 9 എത്രയാണ്? 90 ആണ്. പിന്നെ 20 9 ഇല്ലേ ഇവിടെ. അപ്പോൾ ഒരു 10 9ഉം കൂടെ എത്രയാ? വീണ്ടും 90. ഇനി 4 9 എത്രയാണ്? 1 9 9 2 9 18 3 9 27 4 9 36 36. ഇവിടെ 6 9 9 18 18 3 21 216 216 ആണ് കേട്ടോ. നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ കിട്ടും. നമുക്കത് ശരിയാണോ നോക്കിയാലോ. 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 4 ഇൻറ്റു 9. ഇനിയോ 20 ഗുണിക്കണം 9 പ്ലസ് 4 ഗുണിക്കണം 9. പിന്നെ ഇവിടെ പ്ലസ് ഉണ്ട്. പിന്നെ 20 9 എത്രയാണ്? 180 പ്ലസ് 4 9 36. അപ്പം നമുക്ക് ഇതേ ആൻസർ തന്നെയല്ലേ. 180നോട് 36 കൂട്ടുമ്പോൾ 216. ശരിയല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 29 ഗുണിക്കണം 8 ആണ്. ഇവിടെ നമുക്ക് ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല, നേരത്തെ നമ്മൾ ചെയ്തില്ലേ, നമുക്ക് നോക്കാം. 29 എന്നുള്ളത് നമുക്ക് 30 ആക്കാം. 30 മൈനസ് 1 അല്ലേ 29. നമ്മൾ ഏതിനോണ്ടാണ് ഗുണിക്കേണ്ടത്? 8 അല്ലേ. 8 രൂപ 8 ആണ്.
അപ്പം നമുക്കിനി സെപ്പറേറ്റ് എഴുതാം അല്ലേ. 30 ഗുണിക്കണം 1 അല്ല 1 സോറി 8 മൈനസ് 1 ഗുണിക്കണം 8. നമുക്ക് ഈ ഒരു 8 അല്ലേ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. 29 എണ്ണം അല്ലേ ഉള്ളൂ. 30 എണ്ണമാക്കി നമ്മൾ എടുത്തു കേട്ടോ. കഴിഞ്ഞ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 19 × 8 എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 30 8 എത്രയാണ്? 10 8 80, 28 16 അല്ലേ 160. പിന്നെയോ 38 എത്രയാവും? 1 8 8 8 16 3 8 24 240 മൈനസ് 1 × 8 8. അപ്പോൾ 240 നിന്ന് 8 പോയാൽ എത്രയാണ്? 232. അതാണ് ആൻസർ വരിക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി അതല്ല മനക്കണക്കായിട്ട് മക്കൾക്ക് നോക്കുകയാണെങ്കിൽ 10 8 80 അപ്പം നമ്മൾ അവിടെ 80 എന്ന് എഴുതി വെക്കുക. പിന്നെ വീണ്ടും ഒരു 10 8 80. പിന്നെ 9 8 എത്രയാണ്? 10 8 80 ആണെങ്കിൽ 9 8 എത്രയായിരിക്കും? 72. അപ്പം നിങ്ങളിതാ 2 1 8 8 16 16 7 23. ഉത്തരം റെഡിയല്ലേ? അങ്ങനെയും ചെയ്യാം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 99 ഗുണിക്കണം 6 ആണ്. അപ്പം നമുക്ക് ഇപ്പം ചെയ്തതുപോലെ ചെയ്യാം അല്ലേ. 100 മൈനസ് 1 × 6 ആണ്. എന്നിട്ടോ 100 ഗുണിക്കണം 6 മൈനസ് 1 × 6 അല്ലേ. നമുക്കിവിടെ 99 മതി. അതുകൊണ്ട് തന്നെ 100-ൽ നിന്നും ഒരു 6 കുറയ്ക്കണം. അപ്പം 100 6 എത്രയാണ്? 600 മൈനസ് 6 എത്രയായി? 600-ൽ നിന്നും ഒരു 6 കുറയ്ക്കുമ്പം 594. അതായത് നോക്കിക്കേ. അപ്പം നമ്മൾ പെട്ടെന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ 99 ആണല്ലേ. 96 എത്രയാണ്? 96 അങ്ങനെ കൂട്ടണം. 10 6 60 26 120 എന്ന് പറയുമ്പോൾ 96 പിന്നെ 9 6 എത്രയാണ്? 54. അപ്പം 540 അല്ലേ. 540 പ്ലസ് 9 6 എത്രയാണ്? 54 ആണ്. അപ്പോൾ 4 9 5 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം സെയിം ആണ്. അടുത്തത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. ഹൗ അബൌട്ട് ടേണിങ് അവർ പെൻ പ്രോബ്ലം അറൗണ്ട്. അപ്പം നമുക്കിവിടെ ഒരു പേനയുടെ പ്രശ്നം നോക്കാം അല്ലേ എന്താണെന്ന്. ഹൗ മെനി പെൻസ് അറ്റ് 6 rupees ഈച്ച് ക്യാൻ ബി ബോഡ് വിത്ത് 78 rupees. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 78 രൂപയ്ക്ക് 78 rupeesന് 6 രൂപയുടെ ഒരു പെന്നിന് 6 രൂപയാണ്. അപ്പോൾ 6 രൂപയുടെ എത്ര പേനകൾ വാങ്ങാം? അപ്പോൾ ഞാൻ പറയുമ്പോൾ മക്കൾ ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം 6 രൂപ ഒരു പെന്നിനാണെങ്കിൽ 10 പെന്നിന് 60 രൂപയാണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര രൂപയാണ് പറഞ്ഞിട്ടുള്ളത്? 78 ആണ്. അപ്പോൾ പിന്നെ ബാക്കി എത്ര പെന്ന് വാങ്ങണം? 10 കഴിഞ്ഞാൽ 60ആയി. 10 6 60. ബാക്കി എത്ര രൂപയാണുള്ളത് 78ലേക്ക്? 18 രൂപയല്ലേ. 18 രൂപയ്ക്ക് 6 രൂപയുടെ എത്ര പേന കിട്ടും? 1 6 6 2 6 12 3 6 18. ആദ്യം 60 രൂപയ്ക്ക് 10 എണ്ണവും പിന്നെ 18 രൂപയ്ക്ക് 3 എണ്ണവും കൂടെ ആകുമ്പോൾ മൊത്തം എത്ര പേന വാങ്ങാം? 13 പെന്നുകൾ വാങ്ങാം അല്ലേ. അതായത് നമ്മൾ കിട്ടിയ 13 എന്ന് പറയുന്ന സംഖ്യ 13നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 78 കിട്ടുന്നു. ഇപ്പോൾ ഇത് താഴെ തന്നത് നോക്കിക്കേ. അതുപോലെ ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 60 നമ്മൾ 66 60 എടുത്തിട്ടുണ്ടല്ലോ. 60നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കിട്ടുന്നുണ്ട്. 10 6 60. 18നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. അപ്പോൾ 78നെ 6 കൊണ്ട് ഹരിച്ചാൽ 10 + 3 13 13 ആണ്. അപ്പോൾ നമുക്ക് പിക്ചറൈസ് ചെയ്ത് ചെയ്യുമ്പോൾ എത്രയാണ്? 6 10 അല്ലേ. എത്രയാ? 60 ആണ് അല്ലേ. 10 6 60 അത് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് 10ഉം പിന്നെയോ അതിലേക്കൊരു 3ഉം കൂടെ നമ്മൾ കൂട്ടുന്നുണ്ട് അല്ലേ. 13 13 × 6 എത്രയാ വരുന്നത്? 78 ആണ്. അതായത് മക്കൾ നോക്കിക്കേ. 13നെ നമുക്ക് എത്രയാണ്? 6 അല്ലേ. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 78. 6 3 18 8 ബാക്കി 1 6 1 6 6 1 7.
ഇനി നമ്മൾ വേറെ രീതി പറയുകയാണെങ്കിൽ 78നെ 6 കൊണ്ട് ഹരിക്കുമ്പം 13 കിട്ടുന്നു. അതെങ്ങനെയാണ്? 78 ഹരിക്കണം 6. 7-ലാദ്യം എത്ര 6 പോവും? 1 6 6. പിന്നെ 7-ൽ നിന്നും 6 പോയാൽ 1. 8 ഇറക്കി എഴുതാം. 18. 18-ൽ എത്ര 6 ആണ്? 1 6 6. 2 6 12. 3 6 18. കണ്ടോ? 78നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 13. ഇങ്ങനെ 2 തത്വങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ 78നെ 13 പാർട്സ് ആക്കിയാൽ, 13 ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലേ? 2 സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ബാക്കിയില്ലാതെ ഹരിക്കാൻ കഴിയുമെങ്കിൽ അവയുടെ തുകയും ബാക്കിയില്ലാതെ തന്നെ ഹരിക്കാൻ പറ്റും. നമുക്കിത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇൻ ഡിവിഷൻ വിത്തൗട്ട് റിമൈൻഡർ ദ ക്വോഷ്യൻ്റ് ഓഫ് എ സം ഈസ് ദ സം ഓഫ് ദ ക്വോഷ്യൻസ്. നമ്മൾ ശിഷ്ടമില്ലാതെ ഒരു സംഖ്യ ഹരിക്കുകയാണെങ്കിൽ തുകയുടെ ക്വോഷ്യൻ്റ് എന്ന് പറയുന്നത് ക്വോഷ്യൻറ്റിൻ്റെ ആകെത്തുകയാണ്. നോട്ട് ദാറ്റ് ദിസ് ഡസൻറ്റ് വർക്ക് വെൻ ദർ ആർ റിമൈൻഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, 7 divided by 3 gives quotient 2 and remainder 1. അതായത് 7നെ 3 കൊണ്ട് ഹരിക്കുകയാണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ക്വോഷ്യൻ്റ് എത്രയാണ് കിട്ടുന്നത്? 2 ആണ് അല്ലേ? 2 3 ആണ് 6. 7-ൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 7 കിട്ടൂലല്ലോ. 2 3 6 ആണ്. ശിഷ്ടമായിട്ട് വരുന്നത് 1 ആണ് അല്ലേ? പിന്നെ അതേ സംഖ്യ തന്നെ നമ്മൾ 17നെയാണ് 3 കൊണ്ട് ഹരിക്കുന്നതെങ്കിലോ 5 3 15. അപ്പോൾ ശിഷ്ടം എത്രയാണ് വരിക? 6 3 ആകുമ്പോൾ 18 ആവൂലേ? അപ്പോൾ അത് പറ്റൂല, 18 ആവാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 15. 5 3s are 15 ആണ്. അപ്പോൾ റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 15 കഴിഞ്ഞാൽ 16 17 അല്ലേ? അപ്പോൾ 2 ആണ്. അതായത് 7 + 17 = 24 divided by 3 gives quotient 8 and remainder 0. 7ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ 24 ആണ് അല്ലേ? 24നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 1 8 8, 2 8 16, 3 8 24 അല്ലേ? അപ്പം 3 ആണ് ക്വോഷ്യൻ്റ് ആയിട്ട് കിട്ടുക. റിമൈൻഡർ ഇല്ല അല്ലേ? റിമൈൻഡർ 0 ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട്. ഹൗ മെനി പെൻസ് അറ്റ് 6 rupees ഈച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് 108 rupees? 108 രൂപയ്ക്ക് 6 രൂപയുടെ എത്ര പെൻസിൽ വാങ്ങാം? അതായത് എങ്ങനെ ചെയ്യാം മക്കളെ? 108 എന്നുള്ളത് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് 120 രൂപ എന്നെടുക്കാം. 110 എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൽ 6 കറക്റ്റായിട്ട് പോകില്ല അല്ലേ? 6ഉം 6ഉം 12. അതുകൊണ്ട് തന്നെ 60ഉം 60ഉം 120. അപ്പോൾ 120ൽ എത്ര പേന വാങ്ങാൻ കഴിയും 6 രൂപേൻ്റെ? 10 6 60 അപ്പോൾ 10 പേന 60 രൂപക്ക്. പിന്നെ ഒരു 10 6 60 അല്ലേ? അപ്പോൾ 120 അപ്പോൾ 20 പേനകൾ വാങ്ങാം 120 രൂപക്ക്. അപ്പോൾ 120ൽ നിന്നും 108 നിങ്ങൾ മൈനസ് ചെയ്യുക. 108 രൂപയല്ലേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പം ബാക്കി എത്ര കിട്ടി? 12 rupees ആണ് അല്ലേ? 12 രൂപ കിട്ടി. അപ്പോൾ ആ 12 രൂപയ്ക്ക് നമുക്ക് എത്ര പേനകൾ വാങ്ങാം? ഒരു പേനയ്ക്ക് 6 ആണ്. അപ്പോൾ 2 പേനയ്ക്ക് 12 ആണ് അല്ലേ? 120 രൂപയ്ക്ക് 20 പേനകളാണ് അല്ലേ വാങ്ങാൻ പറ്റുക. അപ്പം നമ്മൾ 20ൽ നിന്നും ആ 2 കുറയ്ക്കണം. 2 പേനകൾ കുറയ്ക്കണം. അപ്പോൾ എത്രയാണ്? 20 - 2 20 - 2 എത്രയാണ്? 18 അല്ലേ? 18 പേനകൾ 108 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം. 6 രൂപയുടെ 18 പേനകൾ 108 രൂപയ്ക്ക് വാങ്ങാം. ഇനി ഹരണ രീതിയിൽ എഴുതുകയാണെങ്കിൽ 108 എന്ന് പറയുന്നത് 120ൽ നിന്നും 12 മൈനസ് ചെയ്തതാണ് അല്ലേ? അതായത് 120നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 20 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 12നെ 6 കൊണ്ട് ഹരിക്കുകയാണെങ്കിലോ 12ൽ എത്ര 6ൻ്റെ എത്ര പേന വാങ്ങാൻ പറ്റും? 2 എണ്ണം. അപ്പം 108 ഹരിക്കണം 6 എന്ന് പറയുന്നത് 20 - 2ന് തുല്യമാണ്. അതായത് 18 ആണ് ഉത്തരം കിട്ടുക. 108നെ 6 കൊണ്ട് ഹരിച്ചാലും 20ൽ നിന്ന് 2 പോയാലും എത്രയാണ്? നമ്മളിപ്പോൾ ചെയ്തതുപോലെ ചെയ്താലും 18 തന്നെയാണ് ആൻസർ കിട്ടുക. ഇവിടെ നമുക്ക് ഹരിക്കുമ്പം പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റൂലേ?
അപ്പോൾ മക്കൾ ചിത്രത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ 120 രൂപയ്ക്കാണെങ്കിൽ 6 രൂപയുടെ പെന്ന് 20 എണ്ണമാണ് കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്യുക, 2 എണ്ണം മഞ്ഞ കളറിൽ കൊടുത്തത് കണ്ടോ, 2 6 കുറയ്ക്കുക 12 അല്ലേ. അപ്പം 108 രൂപയ്ക്ക് ആയതുകൊണ്ട് 120 നിന്നും 12 കുറച്ചാൽ എത്രയാണ്, 108 ആണ്. അപ്പോൾ 2 എണ്ണം പോക്കുക. അപ്പോൾ ബാക്കി ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും, 18 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 39 ഹരിക്കണം 3 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാണ്ട് തന്നെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഇപ്പം 30 എത്ര എണ്ണം പോകും, 10 എണ്ണം പോകും അല്ലേ. 9 ഒരു 3 3 2 3 6 3 3 9. അപ്പം 10 + 3 എത്രയാ, 13. അപ്പം 13 3 39. അപ്പോൾ ആൻസർ 13 ആണ്. അപ്പോൾ മക്കൾക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ ശരിയാണോ, അങ്ങനെ ചെയ്തത് മനക്കണക്കായിട്ട് ചെയ്തത് ശരിയാണോ നോക്കാൻ 39 ഹരിക്കണം 3 എന്ന് എഴുതുക. ഫസ്റ്റത്തെ ഈ അക്കത്തിൽ എത്ര ഇവിടെയുള്ള സംഖ്യ പോകും നോക്കുക. എത്ര എണ്ണം പോവും, ഒരു 3 ആണ് അല്ലേ പോവുക. അപ്പോൾ ഒരു 3 3 ഇവിടെ പിന്നെ 0 ആണ്, അപ്പോൾ വേണ്ട. ഇനി 9 ഇറക്കി എഴുതുക. ഇനി 9 എത്ര 3 ഉണ്ട് നോക്കാം. എത്രയാ, 3 3 3 9. അപ്പം നമ്മൾ കിട്ടിയ ആൻസർ ശരിയല്ലേ. ഇനി രണ്ടാമത്തേത് 52 ÷ 4 ആണ്. പിന്നെ അപ്പോൾ 52 അല്ലേ 4 എത്ര എണ്ണം, 10 എണ്ണത്തിൻ്റെ ആദ്യം നോക്കുക. 10 എണ്ണാകുമ്പം 10 4 എത്രയാണ്, 40. പിന്നെ 52ലേക്ക് ബാക്കി എത്ര ഉണ്ടാവും, 50 ആവാം 10 പിന്നെ 2 അല്ലേ 12 ഉണ്ടാവും. അപ്പോൾ 12 എത്ര 4 ഉണ്ട്, 3. സോറി ഇവിടെ 40 പോയി 10 കേട്ടോ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്, 13. അപ്പോൾ നമുക്കിനി ചെയ്തു നോക്കാം. 52 ഹരിക്കണം 4. 5 എത്ര 4 ഉണ്ട്, 1 ഒരു 4 4. എത്ര എണ്ണമാണോ ഉള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ബാക്കി 1 2 ഇറക്കിയിടുക. 4 12 എത്ര എണ്ണം പോവും, 3 അല്ലേ 3 4 12. അപ്പം അതും ശരിയല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 125 ഹരിക്കണം 5 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എത്ര എടുക്കാം, 10 5 എത്ര 50 പ്ലസ് പിന്നെ ഒരു 15 100 അല്ലേ ഇവിടെ. അപ്പോൾ 100 10 5 50. അല്ല ഇങ്ങനെയല്ല, എത്ര എണ്ണ പോവാന്ന് കേട്ടോ. 10 5 50 പിന്നെ ഒരു 10 കൂടെ 10 5 50. അപ്പോൾ എത്രയായി, 100. ഇനി 25 എത്ര 5 ഉണ്ട്, 5 5 അല്ലേ 25. അപ്പോൾ മൊത്തം 10 10 5 25. നമുക്ക് ശരിയാണോ നോക്കല്ലേ. 125 ഹരിക്കണം ഏതുകൊണ്ടാ, 5 കൊണ്ടാണ്. 12 എത്ര, 1 5 പോവില്ല. അപ്പോൾ 12 എത്ര 5 പോവും, 2 5 എത്രയാ 10. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ വരണം കേട്ടോ, തൊട്ട് താഴെയുള്ള സംഖ്യ വരണം. ഇനി 2 5. അപ്പോൾ 25 എത്ര പോകും, 5 5 ആണ് 25. അപ്പം 25 ആൻസർ കിട്ടി, അതും ശരിയാണല്ലേ. അപ്പം നിങ്ങൾ മനക്കണക്കായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ 396 4 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ മനക്കണക്കായിട്ട് ചെയ്യുന്ന സമയത്ത് 3 4 പോലെ 39 എത്ര 4 39 അല്ല കേട്ടോ, ഇത് 390 ആണ്. അപ്പോൾ 39 എത്ര എണ്ണം പോകും നോക്കാം. എത്ര എണ്ണമാണ്, എത്ര 4 പോകും, 10 4 ആകുമ്പോൾ 40 അല്ലേ 400 ആവൂലേ. അപ്പോൾ എന്ത് ചെയ്യാം, 9 4 അതായത് 9 എന്ന് പറയുമ്പോൾ 90 90 4 എത്ര 360. ബാക്കി ഇവിടെ എത്ര ഉണ്ട്, 36 എടുത്താൽ ബാക്കി ഇവിടെ 36. ഇവിടുത്തെ 3 ഉണ്ട് അല്ലേ, 6 പോയാൽ ഇവിടെ 3 ഉണ്ട്. പിന്നെ 6 36 എത്ര എണ്ണം പോവും, 9 9 4 36. അപ്പം നമുക്ക് 99 ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റെഡിയാണോ നോക്കാനിതാ. 396 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 4 പോകൂല. 39 9 4 36. അപ്പോൾ 9 നിന്നും 6 പോയാൽ 3 6 ഇറക്കിയിടുക.
പിന്നെ 36-ൽ എത്ര 4 ഉണ്ട്? 9 4 36. അപ്പോൾ അവിടെ ശിഷ്ടം 0 ആണ്. അപ്പോൾ ആൻസർ 99 തന്നെയല്ലേ? ഇനി അഞ്ചാമത്തത് 135 ഹരിക്കണം 15 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 130 എടുക്കാം. 130-ൽ എത്ര 15 പോകും? ഒരു 15 15 150-ലാണെങ്കിൽ 10 എണ്ണം പോകൂലേ? അപ്പോൾ 9 എണ്ണാവുമ്പം 135 ആവും. അപ്പോൾ നമുക്ക് നേരെ കിട്ടുന്നുണ്ടല്ലോ 135 പറയുമ്പോൾ 9 9 15 135 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 9 ഒരു 9 9 13 2 9 പോകൂലല്ലോ. നമ്മൾ ഈ 3-ൻ്റെ ചോടയാട്ടോ, നമ്മൾ എത്ര എണ്ണമാണോ എടുക്കുന്നത് അതിൻ്റെ ചോടയാണ് എഴുതേണ്ടത്. 13-ൽ നിന്നും 9 പോയാൽ എത്ര? 10 11 12 13 അല്ലേ? അപ്പം 4 പിന്നെ 5 ഇറക്കി എഴുതാം. 4-ൽ 9 പോകാത്തതിനോണ്ട് 5 ഇറക്കി എഴുതാം. ഇനി 5-ൽ 45-ൽ എത്ര എണ്ണം പോകും? 5 9 45. ഇവിടെ നമ്മൾ 15 കൊണ്ടായിരുന്നു കേട്ടോ ഹരിക്കേണ്ടത്. 15 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ഇവിടെ കിട്ടും. 9 കൊണ്ട് ഹരിച്ചതിനെ കൊണ്ടാണ് ഇവിടെ 15 കിട്ടിയത്. അപ്പോൾ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ട് തന്നെ ഹരിച്ച് കാണിച്ചു തരാം. 135 ഹരിക്കണം 15 ആണ് കേട്ടോ. 13-ൽ 15 പോവാത്തത് കൊണ്ട് 135-ൽ എത്ര 15 പോകും നോക്കുക. 9 15 ആണ് 135. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് റിമൈൻഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ എന്താണ് പറയുന്നത് മക്കളെ? 17-നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 17-ൽ 5 പോവോ? ഇല്ലല്ലേ. 17-ൽ 5 പോവാത്തത് കൊണ്ട് തന്നെ എത്ര 5 ആണ് അതിൻ്റെ തൊട്ട് മുൻപുള്ള സംഖ്യയായിട്ട് വരുന്നത്? ഒരു 5 5 2 5 10 3 5 15 ആണ് അല്ലേ. അപ്പോൾ 15-ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 17 ആവുന്നത്? 2 കൂട്ടുമ്പോഴാണ്. അപ്പോൾ 17 3 പ്രാവശ്യം കൂട്ടിയാൽ അല്ലേ, അല്ല 5 3 പ്രാവശ്യം കൂട്ടിയാൽ 15 ആണ്. അതിൽ 2 കൂടുതലാവുമ്പോഴാണ് 17 ആവുന്നത്. അതായത് 17 എന്ന് പറയുന്നത് 5 3 തവണയും പിന്നെ 2 കൂടുതലും ആണ്. ഇനി നമ്മളിപ്പോൾ 5-ൻ്റെത് ചെയ്തതുപോലെ 37 ആണ്. 37 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 5-ൻ്റെ ചെയ്യാതെ നമ്മൾ 10-ൻ്റെത് ചെയ്യുക. വലിയ സംഖ്യയല്ലേ. അപ്പോൾ 10 എത്ര എണ്ണം ഉണ്ട് 37-ൽ? 4 എണ്ണാവുമ്പോൾ 40 ആവും അല്ലേ. 40 ആവും 4 എണ്ണാവുമ്പോൾ. അപ്പോൾ 3 എണ്ണാവുമ്പോൾ എത്രയാണ്? 30 ആണ്. 30യോട് ഒരു 7 കൂടെ കൂട്ടണം. അതായത് 3 10 30ഉം ഒരു 7 കൂടുന്നതുമാണ് 37 37 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 37-നെ 10 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ആണ് എത്ര? 7 അല്ലേ. അവസാന അക്കമായ 7 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി 3 അക്ക സംഖ്യകൾക്കും ഇത് ബാധകമാണോ? അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് 425 തന്നിട്ടുണ്ട്. 425. അപ്പോൾ 425-ൽ എത്ര 100 ഉണ്ട്? എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 4 ഹൺഡ്രഡ്സ് ഉണ്ട്. പിന്നെയോ 2 10s ആണ്, 5 1s ആണ് അല്ലേ. അപ്പം നമുക്ക് അതെങ്ങനെ എഴുതാം? നമ്മൾ കഴിഞ്ഞൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 10s ആക്കി, ഇതിനെ പല വിഭാഗങ്ങളായിട്ട് പറയുന്നത്. 10s ആക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 10സിൻ്റെ ബേക്കോട്ട് എത്ര എടുത്താലും ഫുള്ളായിട്ട് എടുത്താലും നമുക്കത് 10s ആയി പറയാം. അപ്പോൾ 42 നമ്മൾ എടുക്കുകയാണെങ്കിൽ 42 10s ഉണ്ട്, 5 1s ആണ്. അല്ലെങ്കിൽ 400 4 ഹൺഡ്രഡ്സ് ഉണ്ട്. പിന്നെ 25 വേറെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 25 1s. എവിടെ നിന്നാണ് നമ്മൾ മുഴുവനായിട്ട് ബേക്കോട്ട് എടുക്കുന്നത്? അത് നമുക്ക് പറയാം. ഇനി 425 1s അങ്ങനെ പറയാം അല്ലേ. 1s കൂടെ നമ്മൾ എത്ര ബേക്കോട്ട് എടുത്താലും അത് മൊത്തമായിട്ട് 1s ആക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്കിവിടെ 42 10s ഉണ്ട്, 5 1s ഉണ്ട്. അപ്പോൾ 42 10s എന്ന് പറയുന്നത് 42 പ്രാവശ്യം 10 ആണ് അല്ലേ. ബാക്കി എത്ര വരുന്നുണ്ട്? റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. അതായത് 425-നെ 42 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 420 ആണ് അല്ലേ. 10 കൊണ്ട് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരുന്നുണ്ട്? 5 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്, ശിഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യയെയും നമ്മൾ 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്, മിച്ചം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ അവസാനത്തെ അക്കാണ് കേട്ടോ. 1-ൻ്റെ സ്ഥാനത്തുള്ള അക്കാണ് 10 കൊണ്ട് ഹരിക്കുന്ന സമയത്ത്.
ഉദാഹരണത്തിന് ഇവിടെ 34 തന്നിട്ടുണ്ട്. 34 നമ്മൾ 10, 30 എത്ര 10 ഉണ്ട്? 3 10 30. അപ്പം ബാക്കി ശിഷ്ടമായിട്ട് വരുന്നത് 4 അല്ലേ? അത് തന്നെ മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ 3 ഗുണിക്കണം 10 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 5 അല്ലേ 10. 2 ഗുണിക്കണം 5 പ്ലസ് 4 അത് സെയിം തന്നെ. പിന്നെ 3 2 6, 6 ഗുണിക്കണം 5 അങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. അത് പല രീതിയിൽ എഴുതുകയാണ് കേട്ടോ. 5 6 30 30നോട് 4 കൂട്ടുമ്പോൾ 34. അപ്പോൾ 34നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഡസ് ഡിവൈഡിങ് എനി നമ്പർ ബൈ 5 ഗിവ് ദ ലാസ്റ്റ് ഡിജിറ്റ് ആസ് റിമൈൻഡർ? ഏത് സംഖ്യയെയും 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എന്ന് പറയുന്നത്, ശിഷ്ടം എന്ന് പറയുന്നത് അവസാനത്തെ അക്കം തന്നെ ആയിരിക്കുമോ? നമ്മളിപ്പോൾ 34ൻ്റെത് ചെയ്തതുപോലെ 3 × 10 അല്ലേ? 3 ഗുണിക്കണം 10 പ്ലസ് എത്രയാണ്? അവിടെ 4 ആയിരുന്നു, ഇവിടെ 5, 35 ആയതുകൊണ്ട് 5. പിന്നെ 3 × എത്രയാണ്? 10 എന്നുള്ളത് 2 × 5 ആക്കുക. അപ്പോൾ എത്രയാണ്? എന്നിട്ട് പ്ലസ് 5 അല്ലേ? എന്നിട്ടോ 3 × 2 6 ആണ്. 6 പ്ലസ് 5 എത്രയാ? 30 പ്ലസ് 5 35. ഇവിടെ 5 ആയതുകൊണ്ട്, ബാക്കി ശിഷ്ടം 5 വന്നതുകൊണ്ട് തന്നെ നമുക്ക് ശിഷ്ടമാണ് 5 എന്ന് പറയാൻ പറ്റൂല. എന്താണ്? 6 5 30. അതിലേക്ക് നമുക്ക് ഈ ഒരു 5ഉം കൂടെ കൂട്ടാൻ പറ്റുമല്ലോ. 4ഉം 3ഉം ഒന്നാണെങ്കിൽ കൂട്ടാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ശിഷ്ടമായിട്ട് വരുന്നത് 0 അല്ലേ? റിമൈൻഡർ 0 ആണ്. ഇനി 36 37 38 39 എന്നീ സംഖ്യകൾ എടുത്താൽ മിച്ചം 1 2 3 4 ആ രീതിയിലായിരിക്കും വരിക. അതായത് 5ൽ കുറവാണെങ്കിൽ അതേ അതേ റിമൈൻഡർ തന്നെ, അവസാന അക്കം അത് തന്നെയാണ് റിമൈൻഡർ. 5ൽ കൂടുതലാണെങ്കിൽ എത്രയാണോ അവസാന അക്കം അതിൽ നിന്ന് 5 കുറച്ച് കിട്ടുന്നതാണ് റിമൈൻഡറായിട്ട് വരുന്നത്. 36 ആവുന്ന സമയത്ത് നമുക്ക് എത്ര 5 ഉണ്ട്? 7 5 35. ബാക്കി എത്രയാണ്? പ്ലസ് 1 ശിഷ്ടം വരും കേട്ടോ. ഇനി 37 ആവുന്ന സമയത്തോ 7 5 35 പ്ലസ് 2 വേണം അല്ലേ? 37 ആണെങ്കിൽ. ഇനി 38 ആണെങ്കിൽ 7 5 35 പ്ലസ് 3 വേണം അല്ലേ? 38 ആണ്, 35 36 37 38. ഇനി 39 ആണെങ്കിൽ 7 5 35 പ്ലസ് എത്രയാണ്? 4 വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അപ്പോൾ അത് 40 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ആണെങ്കിൽ 10 5 50 8 ഗുണിക്കണം 5 ആണല്ലേ? അപ്പോൾ 8 5 40. അപ്പോൾ നമുക്ക് ഇതിൽ ശിഷ്ടമൊന്നും വരാനില്ല. 0 വരുന്ന സമയത്ത് പിന്നെ ശിഷ്ടം ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് 37 തന്നെ മറ്റൊരു രീതിയിൽ നോക്കാം. 37 നമ്മൾ 3 × 10 പ്ലസ് 7 അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ 3 × എത്രയാണ്? 2/5 ആണ്. അത് നമുക്ക് പ്ലസ് 7. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാണ്. 3 × 5 എത്രയാണ്? 15 ആണ്. × 2 പ്ലസ് 7. നമുക്കിനി ഈ 7നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7ൽ എത്ര 2 പോകും? 3 2 ആണ് 7 അല്ല 6. അപ്പോൾ അതിനോട് 1 കൂട്ടുമ്പോഴാണ് 7 ആവുന്നത്. അതായത് 37 എന്ന് പറയുന്നത് 15 × 2 പ്ലസ് 3 × 2 പ്ലസ് 1 ആണ്. 30. 15 ഗുണിക്കണം 2 30. 3 ഗുണിക്കണം 2 6 അല്ലേ? 36. അതിനോട് 1 കൂട്ടുക, അപ്പോഴാണ് 37 എന്ന് വരുന്നത്. അതായത് 15ഉം 3ഉം 18 ഗുണിക്കണം 2 എത്രയാണ്? 36 ആണ്. അപ്പോൾ എത്രയാ? 18 ഗുണിക്കണം 2 പ്ലസ് 1 വേണം അല്ലേ? 37. ഓക്കെ അല്ലേ?
ഇനി ഇവിടെ 37ൻ്റെ തന്ന പോലെ തന്നെ 38ൻ്റെ തന്നിട്ടുണ്ട്, 38ൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ 38 നമുക്ക് എങ്ങനെ ചെയ്യാം? 10 കൊണ്ട് ചെയ്യാം. 3 × 10 ആണ് 30. അതിന് എത്രയാണ്? 38 ആവണമെങ്കിൽ +8. പിന്നെ 3 × 5, 10ന് നമുക്ക് 5 × 2 എന്നാക്കാം, അല്ല 2 × 5 എന്നാക്കാം. +8 എന്നിട്ടോ 3 × 5 15 × 2 +4. 8ന് നമുക്ക് എന്ത് ചെയ്യാം? 4 × 2 ആക്കാം അല്ലേ? രണ്ടിലും നമുക്ക് ഒരേപോലെ പോകുന്ന സംഖ്യയിൽ ആക്കിയിട്ടുണ്ട്. 8ലും 2 അല്ലേ പോകുന്നത്, 5 പോകില്ലല്ലോ, അതുകൊണ്ടാണ് 3 × 5 എടുത്തത് കേട്ടോ. പിന്നെ 15 + 4 എത്രയാണ്? 19. 19 × 2 ആണ് 38. അപ്പോൾ 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ശിഷ്ടമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ 38 ചെയ്ത സമയത്ത് 5 കൊണ്ട് ചെയ്ത സമയത്ത് നമുക്ക് ശിഷ്ടം വന്നിരുന്നു അല്ലേ? 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 ആണ് വരുന്നത്. ഇനി ഇവിടെ 3 അക്ക സംഖ്യയും 4 അക്ക സംഖ്യയും 5 അക്ക സംഖ്യയൊക്കെ തന്നാലും ഇതേ സെയിം പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ? ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ 429 429 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 × 10 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? 4 × 100 ആക്കുക. അപ്പോൾ എത്രയാണ്? 400 ആണ് അല്ലേ? 400 ആണ് +29. എന്നിട്ടോ ഇവിടെ 429 100 കൊണ്ട് ഹരിക്കുമ്പോൾ 29 ആണ് റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ 7654 ചെയ്യുന്ന സമയത്ത് നമ്മൾ 100 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 176 എത്രയാണ്? 100ൻ്റെ 0 76 ഇട്ട് കൊടുക്കുക. അപ്പോൾ 7600 ആണ്. ബാക്കി 54. അപ്പോൾ അവിടെ ശിഷ്ടമായിട്ട് വരുന്നത് 54 ആണ്, 54 ആണ് റിമൈൻഡർ. പിന്നെയോ 82,647 82,647 ആണ്. 100 കൊണ്ട് നമ്മൾ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? 1s 7 ആണ്, 10s 4 ആണ് അല്ലേ? ബാക്കി 6 ആണ് 100. അപ്പോൾ 100ൻ്റെ ബാക്കോട്ടുള്ളത് 8 2 6 എടുത്തിട്ട് 100 കൊണ്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ്? പിന്നെ ശിഷ്ടം വരുന്നത് 47 ആണ്. നമുക്ക് ചെയ്ത് നോക്കാതെ സിമ്പിളായിട്ട് കിട്ടും. 1s 10s കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 10s കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 4 ആണ് അവിടെ 10s. ബാക്കിയുള്ളത് മൊത്തം എഴുതിയിട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. പിന്നെ നമുക്ക് ഈ 100നെ വേണമെങ്കിൽ ചെറുതാക്കല്ലേ? 100 എന്ന് പറയുന്നത് എത്രയാണ്? 425 ആണ് അല്ലേ? 425 ആണ് 100 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 329നെ നമുക്ക് ചെയ്ത് നോക്കാം. നേരം 429 തന്ന പോലെ തന്നെ ഇവിടെ 329 തന്നിട്ടുണ്ട്. 3 100 ആണ് 300, ബാക്കി 29 ആണല്ലേ? അപ്പോൾ 100നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 ഗുണിക്കണം 25 × 4. അപ്പോൾ അവിടെയുള്ള 25 ഗുണിക്കണം 4 അതാണ് 100, ബാക്കി × 3 +29 29. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 25 എത്രയാണ്? 75 ആണ്. 75നെ 4 കൊണ്ട് ഗുണിക്കുക, ബാക്കി +29. അപ്പോൾ 75 ഗുണിക്കണം 4 അല്ലേ? +29 ആണ്. അപ്പം നമ്മൾ 29നെ നമുക്ക് 4 ചേർത്ത് ഡിവൈഡ് ചെയ്യാം. അപ്പം 29ലും മറ്റേതിലും പോകുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അപ്പോൾ 29 സമം എത്രയാണ്? 7 × 4 എത്രയാണ്? 7 4 28 ആണ് അല്ലേ? അപ്പോൾ 28 ആണ്. 28 +1 ആണ്. അപ്പോൾ 29 എന്ന് പറയുന്നത് 7 × 4 +1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 329 = 75 × 4 +29. അതായത് 75 × 4 +29 നമ്മൾ എന്ത് ചെയ്തു? 7 × 4 +1 എന്ന് കണ്ടുപിടിച്ചു. അതായത് 75 + 7 എത്രയാ? 82 ആണ്. 82നെ പൊതുവായിട്ട് 4 കൊണ്ട് ഗുണിച്ചിട്ട് +1. ഇവിടെ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഒക്കെ നോക്കാം കേട്ടോ. ഏതെങ്കിലും ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. ഉദാഹരണത്തിന് 2 4 6 8 10 ഇതൊക്കെ ഇരട്ട സംഖ്യകളല്ലേ? ഈവൻ നമ്പേഴ്സ് അല്ലേ? അപ്പം നമ്മൾ ഇതുപോലുള്ള ഇരട്ട സംഖ്യകൾ, അതിന് എത്ര വലിയ സംഖ്യകളെ ആയാലും ഇരട്ട സംഖ്യ ആണോ? അതാണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ്? 0 ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ വരിക.
പിന്നെ ഇനി അഥവാ ഒരൊറ്റ സംഖ്യയാണ് നമ്മൾ ഹരിക്കുന്നതെന്ന് വിചാരിക്കാം, 2 കൊണ്ട് കേട്ടോ. അപ്പം നമുക്ക് ശിഷ്ടം വരുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു 7 എടുക്കുകയാണെന്ന് കൂട്ടിക്കോളി. 7 ആണെങ്കിൽ 7 ഈക്വൽ ടു 2 കൊണ്ടല്ല ഹരിക്കേണ്ടത്. അപ്പം 2 3 ആണ് 6. അപ്പോൾ 6 ആവുകയുള്ളൂ. പ്ലസ് 1 ശിഷ്ടം 1 ആയിരിക്കും കേട്ടോ. ഇനി 9 ആണെങ്കിലോ 4 2 8 ബാക്കി 1. അതുപോലെ ഏതൊരു ഒറ്റ സംഖ്യയെയും 2 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഏതൊരു സംഖ്യയുണ്ട് 4 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം, അതിൻ്റെ ശിഷ്ടം അല്ലേ, റിമൈൻഡർ കണ്ടുപിടിക്കുന്നതിന് ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കത്തിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയ സംഖ്യ എടുക്കുക, 1232. ഇതാണ് സംഖ്യ എന്ന് വെക്കുക. അപ്പം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1232നെയും കൂടെ നോക്കണ്ട, ഈ ഒരു 32നെ മാത്രം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക അല്ലേ. അപ്പോൾ എത്രയാണ്? 8 4 32. 8 ഗുണിക്കണം 4 32. അപ്പോൾ ഹരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കുക. ഇവിടെ ഈ 2 സംഖ്യകൾ 4 കൊണ്ട് പറ്റുമോ നോക്കുക കേട്ടോ. അടുത്തത്, ഇനി ഒരു സംഖ്യ നമ്മൾ 5 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ അതിൻ്റെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് 5-ൽ കുറവാണെങ്കിൽ, 5-ൽ ആ ഒരു നമ്പർ, ഉദാഹരണത്തിന് ഇപ്പോൾ 1232 തന്നെ എടുക്കുക. 5-ൽ കുറവാണ് ഈ ഒരു സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒറ്റ സംഖ്യ തുഞ്ചത്തുള്ള സംഖ്യ ഏതാണ്? പിന്നെ വൺസ്, 1ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ 5-ൽ കുറവാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുമ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആയിരിക്കും. ഇനി ഇതേ സ്ഥാനത്ത് 1237 ആണെങ്കിൽ ഈ ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കൾ ഈ ഒരു സംഖ്യ മാത്രം നോക്കിയാൽ മതി, 5-ൽ കൂടുതലില്ലേ. അപ്പോൾ 7 മൈനസ് 5, ഈ സംഖ്യയെ 5 കുറയ്ക്കുക, ഈ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുക, എത്രയാ? 2 ആയിരിക്കും. ഇനി ഇവിടെ 9 ആണെങ്കിലോ റിമൈൻഡർ 4 ആയിരിക്കും. അങ്ങനെ 5 കൂടുതലാണെങ്കിൽ ആ സംഖ്യയിൽ നിന്നും 5 അങ്ങ് കുറച്ചാൽ മതി റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അയാളെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 5-ൽ കൂടുതലാണെങ്കിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. 5-ൽ കുറവാണെങ്കിൽ അതേ നമ്പർ തന്നെ അങ്ങ് എടുത്ത് എഴുതുകയും ചെയ്യാം. അടുത്തത് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ അക്കമാണ്. അപ്പോൾ എക്സാമ്പിൾ 38 നോക്കിയാൽ അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പം 38 ഈക്വൽ ടു 3 × 10 അല്ലേ, 30 അപ്പോൾ ലാസ്റ്റ് വരുന്നത്, അപ്പോൾ ഏത് സംഖ്യയും മിച്ചം എന്ന് പറയുന്നത് ഈ 8 ആയിരിക്കും, പ്ലസ് 8. അപ്പോൾ 38-ൽ 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഇതിലെ സംഖ്യയുടെ അവസാനത്തെ അക്കം അല്ലേ, 1ൻ്റെ സ്ഥാനത്ത് വരുന്ന അക്കമാണ് മിച്ചമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ 44 എടുത്താലും 44 ഈക്വൽ ടു 4 × 10, അപ്പോൾ 40 ആയില്ലേ, 40 ആയി, ബാക്കി 4 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. മിച്ചം, ശിഷ്ടം എന്നൊക്കെ പറയും കേട്ടോ റിമൈൻഡറിന്. അടുത്തത്, 2ഓ അതിലധികമോ വരുന്ന ഏതൊരു സംഖ്യയെയും 100 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം, അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് അവസാനത്തെ 2 അക്കമായിരിക്കും. അപ്പം നോട്ട്സൊക്കെ മക്കൾ എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നമുക്കൊരു 425 നമുക്കൊരു നമ്പർ കിട്ടുന്നത് വെച്ചാൽ 100 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? 4 × 100 എത്രയായി? 400 ആയി. അപ്പോൾ പ്ലസ് 25 അല്ലേ, 425 425 ആണെങ്കിൽ ഇതാ ലാസ്റ്റത്തെ 2 അക്കങ്ങളാണ് റിമൈൻഡർ ആയിട്ട് വരിക. അതേത് സംഖ്യ എടുത്താലും കേട്ടോ. 334 ആണെങ്കിലോ 3 × 100 പ്ലസ് 34 അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. 100 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അവസാനത്തെ 2 അക്കങ്ങളാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. 10 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അവസാനത്തെ
ഒരക്കമാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇത്രയും ഞാൻ എഴുതി തന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നല്ലോണം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഇനി ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5 or 10. For the others find the remainder on division by each of these. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം 2 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 10 കൊണ്ടും ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ആക്കാം, മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ആ ഒരു നമ്പർ കൊടുക്കാം, പിന്നെ 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട് അല്ലേ. 2, 4, 5, 10 അല്ലേ. 2 ഇവിടെ 4 ഇവിടെ 5 ഇവിടെ 10. ഇത് 4 ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എത്രയാണ്? 3624. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാവാഞ്ഞാലുള്ള കുട്ടികൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3624നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിമൈൻഡർ എത്രയായിരിക്കും? അപ്പം നമ്മൾ ഈ 3600നെ പിടിച്ച് നമ്മൾ ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ഈ 3624 3624 ഈ 24നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ? ഇത് ഇരട്ട സംഖ്യയാണ്, ഇവൻ നമ്പേഴ്സ് ആണ് അല്ലേ. അല്ലേ, ഇരട്ട സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് ഹരിക്കാൻ പറ്റും. അപ്പോൾ ശിഷ്ടം എത്രയാ? 0 ആയിരിക്കും അല്ലേ. ഇനി 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. എത്ര 4 ആണ്? 24. 6 4 24. അപ്പോൾ ശിഷ്ടം എത്രയാ? 0 0. അടുത്തത് പിന്നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 2 സംഖ്യ നോക്കാം. 2 സംഖ്യ നോക്കുന്ന സമയത്ത് നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 5 കൊണ്ട് 10 കൊണ്ട് ഒക്കെ ഹരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 2 സംഖ്യ നോക്കണ്ട, ഒരു സംഖ്യ നോക്ക്. ഇതാണ് റിമൈൻഡർ. 5 കൊണ്ടോ 10 കൊണ്ടോ ഒക്കെ ഹരിക്കുന്ന സമയത്ത് ഈ 1ൻ്റെ സ്ഥാനത്ത് വൺസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു സംഖ്യയാണ് 5 കൊണ്ട് ഈ ഒരു നമ്പറിനെ ഹരിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇവിടെ 5ൽ കുറവാണ് അല്ലേ, 4 ആണ്. അതുകൊണ്ട് 4 തന്നെയാണ് റിമൈൻഡറായിട്ട് വരുന്നത്. ഇനി അതിൽ കൂടുതലായിരുന്നെങ്കിൽ ആ ഒരു സംഖ്യയിൽ നിന്ന് 5 കുറച്ചതാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ 7 ഒക്കെ ആണെങ്കിൽ ഇവിടെ 7ൽ നിന്ന് 5 കുറച്ചിട്ട് 2 ആണ് ഉണ്ടാവുക. ഇവിടെ 5ൽ കുറവായത് കൊണ്ട് തന്നെ അതേ സംഖ്യ തന്നെയാണ് ശിഷ്ടമായിട്ട് റിമൈൻഡറായിട്ട് വരിക. ഇനി 10 കൊണ്ട് ഹരിച്ചാലോ? 5 കൊണ്ടും 10 കൊണ്ടും ഹരിച്ചാൽ ഈ തുഞ്ചത്തുള്ള സംഖ്യ അല്ലേ, വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ് റിമൈൻഡറായിട്ട് വരുന്നത്. മക്കൾക്ക് ഈ ഒരു സംഖ്യയുടേത് മനസ്സിലായല്ലോ, ഡൗട്ടില്ലല്ലോ. അടുത്തത് 3625. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഈ ഒരു 2 അക്ക സംഖ്യ നോക്കുക. 25 ആണ് അല്ലേ, 25 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 2 സംഖ്യകൾ ഇരട്ട സംഖ്യയാണെങ്കിലാണ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുക. 25 5 അല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പം നമുക്ക് പിന്നെ ഒറ്റ സംഖ്യകളായത് കൊണ്ട് തന്നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ശിഷ്ടം എത്രയാ വരിക? 24 അല്ലേ. 24 എത്രയാണ് നോക്കാം നമുക്ക്. 12 ഗുണിക്കണം 2 = 24 ആണ്. അപ്പോൾ 24 + 1 ആണ് 25 അല്ലേ. അപ്പം നമുക്ക് ശിഷ്ടം വരുന്നത് 1 ആണ്. പിന്നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്തോ അപ്പോഴും ശിഷ്ടം വരുന്നത് 1 ആണ്. എന്തുകൊണ്ടാണ്? 25ൽ എത്ര 4 ആണുള്ളത്? 6 4 24, ബാക്കി 1 അല്ലേ. ഇനി
5 കൊണ്ട് ഹരിക്കുന്ന സമയത്തോ അവസാന അക്കം 5 ആയതുകൊണ്ട് തന്നെ അത് 0 ആയിട്ട് പോവും. ഇനി 10 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നതെങ്കിൽ ഈ 5 ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 10ഓ 100ഓ 10 കൊണ്ടോ 100 കൊണ്ടോ ഏതെങ്കിലും ഒരു സംഖ്യ ഹരിക്കുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് അവസാനത്തെ അക്കമായിരിക്കും. അപ്പോൾ അവിടെ 5 ആണ്. ഇനി 3626 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. റിമൈൻഡർ 0 ആയിരിക്കും, കാരണം ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 26 4 കൊണ്ട് പറ്റുമോ? ഇവിടെ നമ്മൾ 25 4 കൊണ്ട് ചെയ്തപ്പോൾ 1 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ 26 ആകുമ്പോൾ 24 കഴിഞ്ഞിട്ട് 25 26. അപ്പം 2 ആണ് റിമൈൻഡർ കിട്ടുക. ഇനി 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നോക്കിക്കേ, 26 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇതിനെ 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ അവസാനത്തെ അക്കം 5-ൽ കൂടുതലാണെങ്കിൽ ഈ സംഖ്യയിൽ നിന്ന് 5 കുറച്ചാൽ മതി. അപ്പോൾ 6-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1. ഇനി 3626-നെ 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അല്ലേ, ലാസ്റ്റത്തെ ഈ 26 ലാസ്റ്റ് അക്കം നോക്കിയാൽ മതി. 10 കൊണ്ടോ 100 കൊണ്ടോ ഹരിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, ശിഷ്ടം എന്ന് പറയുന്നത്, റിമൈൻഡർ എന്ന് പറയുന്നത് അവസാനത്തെ അക്കമായിരിക്കും. അപ്പം 6 ആണ്. ഇനി അടുത്ത നമ്പർ ഏതാണ്? അടുത്ത നമ്പർ എന്ന് പറയുന്നത് 3630 ആണ്. 30 ആണ്. അപ്പം 2 പോവോ? ഇരട്ട സംഖ്യയാണല്ലേ. 30 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്, ഇവൻ നമ്പറാണ്, അപ്പം പോകും അല്ലേ. 0 ആണ് റിമൈൻഡർ വരിക. ഇനി 4 ആണെങ്കിലോ 30 എടുക്കുക. 30-ൽ നിങ്ങൾ നോക്കുക, 30-ൽ 4ൻ്റെ ഗുണന പട്ടിക പഠിക്കണം കേട്ടോ. അപ്പോൾ എത്രയാണ്? 7 4 28. അപ്പോൾ 28ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 30 കിട്ടുക? 2 കൂട്ടുമ്പോൾ. അതുകൊണ്ട് തന്നെ 4 കൊണ്ട് 3630-നെ ഹരിക്കുമ്പോൾ 2 ആണ് റിമൈൻഡർ കിട്ടുന്നത്. ഇനി 5 കൊണ്ട് ഹരിക്കുന്ന സമയത്തോ? 5 കൊണ്ട് ഹരിക്കുന്ന സമയത്തിൽ 0യോ അല്ലെങ്കിൽ 5ഓ വരികയാണെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം 0 റിമൈൻഡർ 0 ആയിരിക്കും. ഇനി 10 കൊണ്ട് ഹരിക്കുന്ന സമയത്തോ? അപ്പോൾ ലാസ്റ്റ് ഏതാണോ, ഏത് നമ്പറാണോ അതാണ് ശിഷ്ടമായിട്ട് വരിക. അപ്പോൾ മക്കൾക്ക് ഈ ഒരു വർക്ക് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് വൺ ഓഫ് ദം വിൽ ബി ഡിവിസിബിൾ ബൈ 5. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും 5 നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിലൊരു നമ്പേഴ്സ് എങ്കിലും 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുടർച്ചയായിട്ടുള്ളൊരു നമ്പർ എഴുതാം. 3 4 5 6 7 5 എണ്ണമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെയോ 11 12 13 14 15. പിന്നെ നമുക്ക് ഏതെഴുതാം? 99 100 111 112 113. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇത്രയും എഴുതി. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഏത് എണ്ണൽ സംഖ്യകൾ എടുത്താലും, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്താലും അതിലേതെങ്കിലും ഒരു സംഖ്യ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതിൽ ഏത് സംഖ്യയാണ് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുക? 5 ഉണ്ട് അല്ലേ. പിന്നെ ഇതിലോ 11 12 13 14 15. അപ്പോൾ ഇതിൽ 15 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി ഇതിലാണെങ്കിലോ 100 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ 4 അക്കമാണ് എഴുതുന്നത്, അല്ലെ ഒരു 3 അക്കമാണ്, 3 4 5. ഇതാണെങ്കിൽ എന്താണ്? 3 അക്കമായത് കൊണ്ട് തന്നെ ഇതിലൊരു സംഖ്യ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി നമ്മളൊരു 6 അക്കമാണ്, 3 4 5 6 7 8 6ആയില്ലേ. അപ്പോൾ ഇതിൽ 6 അക്കം എഴുതിയത് കൊണ്ട് തന്നെ ഇതിലൊരു സംഖ്യ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും വലിയത് എഴുതിയാലോ കേട്ടോ. 31 32 33. ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. 3 അക്കം തുടർച്ചയായിട്ടുള്ള 3 അക്കം എഴുതിയാൽ 33-നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിതിൻ്റെ ആൻസർ എന്തെഴുതാം? ഇതിൽ
ഒരു ഗുണനം വരുന്നുണ്ട്. നമ്മൾ അഞ്ചക്കം എഴുതുന്ന സമയത്ത് 5ൻ്റെ ഒരു ഗുണനം അതിൽ വരും. 4 അക്കം എഴുതുന്ന സമയത്ത് 4ൻ്റെ ഗുണനം വരും. 10 അക്കം എഴുതുന്ന സമയത്ത് 10ൻ്റെ ഗുണനം വരും. അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളിൽ ഒരു സംഖ്യ എപ്പോഴും 5ൻ്റെ ഗുണിതമായിരിക്കും. ഇനി തുടർച്ചയായിട്ടുള്ള 4 സംഖ്യകളാണെങ്കിൽ അതിൽ ഒരു സംഖ്യ 4ൻ്റെ ഗുണിതമായിരിക്കും. ഇനി 7 സംഖ്യകളാണെങ്കിൽ ഒരു സംഖ്യ 7ൻ്റെ ഗുണിതമായിരിക്കും കേട്ടോ. അപ്പോൾ 5 സംഖ്യകൾ എടുത്തതുകൊണ്ട് തന്നെ ആ സംഖ്യയെ, ആ 5ൻ്റെ ഗുണിതമായിട്ടുള്ള ആ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? ഇൻ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ഇൻ വൺ നമ്പർ ഓൾവേസ് എ multiple of 5. Therefore, that number can be divided by 5. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ ഈ ഒരു ആൻസർ എഴുതിയെടുക്കുക കേട്ടോ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ. ഫോർ എനി നമ്പർ വിത്ത് 3 or more digits, the remainder on division by 8 is the remainder on dividing the number by the last 3 digits of the number by 8. Explain why this is so. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 4 അതിലധികമോ ഉള്ള ഒരു സംഖ്യ, ആ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെ ആയിരിക്കും ആ സംഖ്യയുടെ ലാസ്റ്റ് 3 നമ്പറിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. അത് നമ്മളോട് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഒരു 3 അക്ക സംഖ്യ 269 ഇത് കൊടുക്കാം. പിന്നെ 1269 2269. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളിങ്ങനെ 3 അതിലധികമോ ഉള്ള സംഖ്യകൾ എടുക്കുമ്പോൾ എന്താണ്, അതിലധികമുള്ള സംഖ്യകൾ എടുക്കുന്ന സമയത്ത് ഈ മൊത്തമായിട്ടുള്ള സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ തന്നെ ആയിരിക്കും ഈ ലാസ്റ്റ് 3 സംഖ്യകളെ ഹരിച്ചാൽ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ. മൊത്തമായിട്ട് കിട്ടുന്നതും ഈ ഒറ്റയ്ക്ക് ഈ 3 സംഖ്യകൾ 269 കിട്ടുന്ന റിമൈൻഡറും 1269 കിട്ടുന്ന റിമൈൻഡറും 2269 കിട്ടുന്ന റിമൈൻഡറും സെയിം ആയിരിക്കും. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. 269ൻ്റേത് 200 പ്ലസ് 69. 200 ഹരിക്കണം 8 പ്ലസ് 69 ഹരിക്കണം 8. അപ്പോൾ നമ്മൾ ഓരോന്നിനെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 200നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. 200 ഹരിക്കണം 8. അപ്പോൾ 2ൽ 8 പോവില്ല. 20ൽ എത്ര 8 ഉണ്ട്? ഒരു 8 8 16. 2 8 16. 20ൽ നിന്നും 16 പോയാൽ 4. 0 ഇറക്കി എഴുതുക. 40. എത്ര 8 40? 5 8 40. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഗുണന പട്ടിക പഠിച്ചിരിക്കണം കേട്ടോ. 5 8 40. അപ്പോൾ 25. അപ്പോൾ 200ൽ 8 പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് എന്താണ് 69 8 പോകുന്നുണ്ടോ നോക്കാം. 69 ഹരിക്കണം 8. ഒരു 8 8 5 8 40 6 8 48 7 56 8 8 64 8 8 64. ബാക്കി എത്രയാണ്? 5 അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പോൾ ഇത് തന്നെയാണോ അടുത്തതിലും വരിക? നമുക്ക് നോക്കാം. 1269 ആണ്. അപ്പം 1000 1000നെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 പ്ലസ് എത്രയാണ്? 269 ആണ്. അപ്പം 1000നെ നമുക്ക് 1000 ഹരിക്കണം 8 പ്ലസ് 269 ഹരിക്കണം 8 എന്ന് എഴുതാം. ഇനി 200 ഹരിക്കണം 8 69 ഹരിക്കണം 8 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ 1000നെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 200 കൊണ്ട് 8 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 200 400 600 800 1000 അങ്ങനെയല്ലേ. അപ്പോൾ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി 269നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 200 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, എന്നാലും മൊത്തമായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ. 269 ഹരിക്കണം 8. 2ൽ 8 പോവോ? ഇല്ല. 26ൽ എത്ര 8 ഉണ്ട്? ഒരു 8 8 2 8 16 3 8 24. ബാക്കി 6ൽ നിന്നും 4 പോയാൽ 2. പിന്നെ 9 ഇറക്കി എഴുത്. 29ൽ എത്ര 8 ഉണ്ട്? ഒരു 8 8 2 8 16 3 8 24 3 8 24. ബാക്കി എത്രയാ? 5. അപ്പോൾ റിമൈൻഡർ സെയിം അല്ലേ കിട്ടിയത്? 269 ആയ സമയത്തും 1269 ആയ സമയത്തും റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി 2269 ആണെങ്കിലോ? 2000 എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യ നമുക്ക് 1000 2000 200 300 400 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ 8 കൊണ്ട് ഹരിച്ചാൽ പോകുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി 269 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 5 ആണ് റിമൈൻഡർ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? thousands are divided by 8 അല്ലേ. എന്താണ്? 1000 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെയോ റിമൈൻഡർ is obtained by dividing last 3 digits by 8. ഏതൊരു 4 അതിലധികമോ ഉള്ള സംഖ്യയെ നമുക്ക് 1000ങ്ങളും 3 അക്ക സംഖ്യയും ആക്കി എഴുതാം. അപ്പോൾ 1000ങ്ങളെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 8 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് ബാക്കി 3 അക്ക സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുന്നതാണ് ആ സംഖ്യയുടെ റിമൈൻഡർ, അതായത് ശിഷ്ടം മിച്ചം എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ മക്കളെ ഈ ഒരു പാഠഭാഗത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോ ലെങ്തായി പോവും. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനി ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ മറക്കരുത്. പിന്നെ മക്കൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ കൂടുതൽ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ആയി പോവുള്ളൂ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.